നമ്മൾ പോകുന്നത് ബ്ലീച്ച് എന്ന് പറയുന്ന ജാപ്പനീസ് ആനിമേ ടി വി സീരീസിൻ്റെ സീസൺ 1 അതിലെ 16ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പോയത് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോയിലേക്ക് തന്നെ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡ് തൊട്ട് തന്നെ കാണിക്കുന്നത് ഇച്ചിഗോൻ്റെ വീട്ടിലാണെങ്കിൽ റൂക്കി ഒരു കത്ത് എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്ന റൂക്കിയനെയാണ് കാണിക്കുന്നത്. ചെയ്തു തന്നെ എല്ലാത്തിനും നന്ദി എന്നായിരുന്നു ആ കത്തിലുള്ളത്. എന്നാൽ ഓടിപ്പോകുന്ന റൂക്കിയനെ നോക്കിക്കൊണ്ട് 2 സോൾ റിപ്പേഴ്സ് മേളിൽ നിൽപ്പുണ്ടായി. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ റൂക്കി ആണെങ്കിൽ അവനെ ആദ്യമായിട്ട് ഇച്ചിഗോനെ കണ്ടതും പിന്നെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളും അവനൊക്കെ ഹാപ്പി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആലോചിക്കും. ഈ സമയത്ത് തന്നെ നമ്മുടെ റൂക്കി മനസ്സിൽ വിചാരിക്കുന്നു ഇങ്ങനത്തെ വികാരങ്ങളൊക്കെ ഒരു സോൾ റിപ്പറിന് വരുന്നത് സാധാരണയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകണം. അതേ സമയത്ത് തന്നെ ആ സോൾ റിപ്പറിൻ്റെ അതിൽ ഒരു സോൾ റിപ്പർ ആണെങ്കിൽ ഒരു പോസ്റ്റിന് മണിക്ക് കയറി നിന്നിട്ട് നമ്മുടെ റൂക്കിനെ അവിടെ നിന്ന് വിളിക്കുക. സോൾ റിപ്പറിനെ കൃത്യമായിട്ട് അവൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ശബ്ദം കേട്ടിട്ട് അത് റെഞ്ചിയാണെന്ന് മനസ്സിലാക്കുന്നു. അയാൾ ഓടി താഴേക്ക് വന്നിട്ട് അയാളുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ റൂക്കിനെ വെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ കൂടുതലായിട്ടൊന്നും ആ സോളർ പ്രാണിക്ക് നമ്മുടെ റൂക്കിനെ ആക്രമിക്കുന്നില്ല. ഞങ്ങൾ ഇത്രയും നേരവും നിന്റെ പുറകെ വന്നിട്ടും നിനക്ക് ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് നമ്മുടെ റൂക്കിയോട് അവൻ പറയും. മാത്രമല്ല നീ ഒരുപാട് കെയർലെസ് ആയിട്ടാണ് നടക്കുന്നത്. പിന്നെ നിന്റെ പവർ മോഷ്ടിച്ചവൻ എന്ത് ചെയ്യുന്നു അവൻ ചോദിക്കുന്നു. ഞാനിപ്പോൾ ഒരു ഗിഗാ ബോഡി ആണെങ്കിൽ പോലും എൻ്റെ പവർ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പിന്നെ ഒരു മനുഷ്യർക്ക് നമ്മുടെ പവർ കൊടുക്കാൻ പറ്റത്തില്ലെന്നും നമ്മുടെ റൂക്കിയ പറയുന്നത്. അതൊരു മനുഷ്യൻ തന്നെയാണെന്ന് ആ സോൾ റിപ്പർ വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ റൂക്കി ആണെങ്കിൽ ഇപ്പോൾ ഒരുപാടധികം മനുഷ്യരെ പോലെ പെരുമാറുകയാണ്. പിന്നീട് റൂക്കിയുടെ പാസിനെ കുറിച്ച് റെഞ്ചി ഓർപ്പിക്കുന്നു. അവളെയും റെഞ്ചിനെയും ട്രൂക്കോട്ട് സിറ്റിയിൽ നിന്ന് ആ സോൾ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവന്നതാണ്. മാത്രമല്ല അവിടുത്തെ ഒരു വലിയ ക്ലാനായിട്ടുള്ള കുച്ചിഗി ക്ലാനിലേക്ക് നിന്നെ അഡോപ്റ്റ് ചെയ്തത് നിന്നെ ഒരു എലൈറ്റ് സോൾ റിപ്പർ ആക്കാൻ വേണ്ടി അവർ ഒരുപാടധികം പണം നഷ്ടപ്പെടുത്തുക എന്നും അവൻ പറയുന്നു. റൂക്കിയ കുച്ചിഗിയാണ് ഒരു മനുഷ്യനെ പോലെ പൊട്ടിയുടെ ഉടുപ്പ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബെഞ്ചി ആണെങ്കിൽ അവളുടെ ക്യാപ്റ്റനും അതുപോലെ എൽഡർ ബ്രദറുമായ ബാക്കിയ കുച്ചിഗിനെ വിളിക്കുന്നു. കണ്ടിട്ട് അവളൊന്ന് ഞെട്ടുന്നുണ്ട്. എന്നാൽ അവളുടെ ബ്രദർ ആണെങ്കിൽ അവളോട് സംസാരിക്കുന്നില്ല. ഇതേ സമയത്ത് തന്നെ അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. എന്നാൽ നമ്മുടെ റൂക്കിയ ജസ്റ്റ് ബിസിന് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഒരു സോൾ റിപ്പർ തൻ്റെ പവർ ഹ്യൂമന് കൊടുക്കുന്നത് അത് മരണത്തിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് നീ ചെയ്തത്. അത് നടപ്പാക്കാൻ വേണ്ടി സെൻറ്റർ 46-ൽ നിന്ന് ഞങ്ങളെ വിട്ടത് അത് ഹയർ ഓപ്സിൻ്റെ ദയ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് അവൻ ഏതാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി അവൻ പറയുന്നു. ഇത്രയും കേട്ടിട്ടും നമ്മുടെ റൂക്കിയ ഒന്നും മിണ്ടുന്നില്ല. പിന്നീടും നമ്മുടെ റൂക്കിനെ ആക്രമിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്ന സമയത്താണെങ്കിൽ അവൻ്റെ ദേഹത്തേക്ക് ഒരു ആരോ വരുന്നു. അത് നമ്മുടെ ഇഷിത വിട്ടതായിരുന്നു. വീക്കായിട്ടുള്ള ഒരു പെൺകുട്ടീനെ 2 ആണുങ്ങൾ ചേർന്ന് ആക്രമിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവനെ കണ്ടിട്ട് അവരെല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നാൽ നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ് ഞാൻ റൂക്കിയുടെ ക്ലാസ്സിലുള്ള സോൾ റിപ്പേഴ്സിനെ വെറുക്കുന്ന ഒരുത്തനാണ്. അതേസമയത്ത് നമ്മുടെ റൂക്കി അവനോട് നീ എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചപ്പോൾ അറിയാതെ ഞാനിവിടെ എത്തിപ്പെട്ടതാണെന്ന് നമ്മുടെ ഇഷിത പറഞ്ഞപ്പോഴും നമ്മുടെ റൂക്കി അത് വിശ്വസിക്കുന്നില്ല. അവനോട് നീ ശരിക്കും ആരാണെന്ന് ചോദിക്കുന്നു. ഇനി നീ അതിന് ഉത്തരം തന്നില്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊന്നു കളയുമെന്ന് അയാൾ പറയുന്നു. റൂക്കി പറയുകയാണ് ഇവിടെ നിന്ന് പോകാൻ. പക്ഷെ നമ്മുടെ ഇഷിത അതൊന്നും കേൾക്കുന്നില്ല. ഞാൻ അതിന് നേരത്തെ തന്നെ ഉത്തരം തന്നിരുന്നു എന്ന് നമ്മുടെ ഇഷിത പറഞ്ഞാൽ അതൊരു ഉത്തരവല്ലെന്ന് അയാൾ പറയുന്നു. എന്നാൽ നമ്മുടെ ഇഷിതയാണെങ്കിൽ ഒരു നിമിഷം കണ്ണടച്ചിട്ട് പറയുന്നു ഞാൻ ഒരു ഇഷിതയാണ്. നീ എന്തിനു വേണ്ടിയാണ് അതെനിക്ക് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. അതേ സമയത്ത് തന്നെ നമ്മുടെ ഇഷിത പറയുകയാണ് നീ ഒരു സോളർ പ്രാണികൾ നിന്നെ കൊന്ന ആളെ നിനക്ക് ഓർമ്മിക്കാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുന്നു. കേട്ടിട്ട് അയാൾക്ക് ഒരുപാട് ദേഷ്യം വരികയാണ്. ആണെങ്കിൽ ഇഷിതനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ടോയ്ലറ്റിൽ നിൽക്കുന്ന നമ്മുടെ ഇച്ചിഗോ ആണ്. നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ റൂക്കി എവിടെയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ അവിടെ നിന്ന് എന്തോ ഒരു ശബ്ദം നോക്കുന്ന സമയത്ത് നമ്മുടെ കോണിനെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. റൂക്കിയാണെങ്കിൽ നമ്മളെല്ലാവരും ഇവിടുന്ന് ഇട്ടിട്ട് പോയി. ഇത് കേട്ടാൽ നമ്മുടെ ഇച്ചിഗോ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കോണാണെങ്കിൽ റൂക്കി എഴുതിയ കത്തൊക്കെ എടുത്ത് നമ്മുടെ ഇച്ചിഗോൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ്. ഈ 2 കണ്ണുകളും കൊണ്ട് അവൾ ആ കത്ത് അവിടെ ഇരുന്ന് എഴുതുന്നത് ഞാൻ കണ്ടതാ. അത് കണ്ടപ്പോൾ അവളാണ് എന്നെ ആ ടോയ്ലറ്റിൻ്റെ പുറകെ കൊണ്ട് കെട്ടിയിട്ടതെന്നും നമ്മുടെ കോൺ പറയുന്നു. ഇച്ചിഗോ ആണെങ്കിൽ ആ കത്തെടുത്ത് വായിക്കുകയാണ്. വായിക്കുന്ന സമയത്ത് എന്തോ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ആ കത്ത് എഴുതിയിട്ടുള്ളത്. സോ ഗയ്സ് നമ്മുടെ ഇച്ചിഗോ അത് നല്ല രീതിയിൽ തന്നെ ഡീകോഡ് ചെയ്തിട്ട് ആ കത്തിൽ എന്താണ് എഴുതിയേക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ്. ഇത്ര നാളും ചെയ്തതിന് എല്ലാത്തിനും നന്ദിയുണ്ട്. നീ ഇനി കുറച്ച് ദിവസത്തേനൊന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. അതുമാത്രമല്ല നീ എൻ്റെ പുറകെ വരികയും ചെയ്യരുത്. ഞാൻ ആ കത്തിൻ്റെ അകത്തിൽ എഴുതിയിട്ടുള്ളത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ കോൺ ഇത്രയും സീരിയസ് ആയിട്ട് അവൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കാരണമുണ്ടെന്ന് അവൻ പറയുന്നു. ഇത് മാത്രമല്ല നമ്മളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയെന്ന് വെച്ചാൽ നമ്മളെ ആ കാര്യത്തിനകത്ത് പെടുത്താതിരിക്കാൻ വേണ്ടിയാണെന്ന് അവൻ പറയും. അതേ സമയത്ത് തന്നെ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ റൂക്കിയെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഇച്ചിഗോ തീരുമാനിക്കുന്നു. നമ്മുടെ കോണിൻ്റെ വായിൽ നിന്ന് ആ പീലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് തന്നെ ഉരഹര വന്നിട്ട് അവൻ്റെ സ്റ്റിക്ക് വെച്ചിട്ട് അവനെ സഹായിക്കുന്നു. സമയത്ത് തന്നെ ഇഷിതയെ റെഞ്ചി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇഷിത തോക്കുകയാണ്. ഇത് കണ്ട നമ്മുടെ റൂക്കിക്ക് മനസ്സിലാകുക ഞാൻ മുമ്പ് റെഞ്ചിനെ കണ്ടതിനെക്കാട്ടിലും ഈ പറഞ്ഞ നമ്മുടെ റെഞ്ചി ഭയങ്കര പവർഫുള്ളാണ്. റെഞ്ചി അവരാ അതാണ് നിന്നെ കൊന്നവൻ്റെ പേരെന്ന് പറഞ്ഞ് നമ്മുടെ ഇഷിതയോട് പറയുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ മാസായിട്ട് നമ്മുടെ ഇച്ചിഗോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടുടനെ എൻ്റെ റെഞ്ചി പുറകിലേക്ക് പോയിട്ട് ചോദിക്കുന്നു നീ ആരാണെന്ന്. അന്നേരം നമ്മുടെ ഇച്ചിഗോ പറയുന്നു ഞാനാണ് ഇച്ചിഗോ കുറോസാക്കി. നമ്മുടെ ഇച്ചിഗോൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് കണ്ടിട്ട് നമ്മുടെ
നമ്മുടെ റെഞ്ചി ഒന്ന് ഞെട്ടുന്നു. തന്നെ നമ്മുടെ റെഞ്ചിക്ക് മനസ്സിലാക്കുന്നു ഇവനാണ് റൂക്കിയുടെ പവർ അടിച്ചു മാറ്റിയത്. പിന്നെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. റെഞ്ചിയുടെ കുറേ അറ്റാക്കിൽ നിന്നൊന്നും നമ്മുടെ ഇച്ചിഗോയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാടധികം മുറിവുകൾ ഇച്ചിഗോയ്ക്ക് ഉണ്ടാകുകയാണ്. അവനെ സഹായിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ ഇഷിത അവനെ പിടിച്ചു നിർത്തുന്നു. റെഞ്ചി പറയുകയാണ് ഞാനിപ്പം നിന്നെ അങ്ങ് കൊന്നു കളയും. അന്നേരം നമ്മുടെ റൂക്കിയേക്ക് തിരിച്ച് സോളിൻ്റെ പവർ കിട്ടും. അതിനുശേഷം സോൾ സൊസൈറ്റിയിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ റൂക്കിയനെ അങ്ങ് കൊന്നു കളയും. റൂക്കിയ ഞങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്ര നേരം ശ്രമിച്ചത്. എന്നാൽ നീ തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പെട്ടു. അതുപോലെ എന്ത് ധൈര്യത്തിലാണ് നീ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്? നീ ശരിക്കും ഒരു സോൾ റിപ്പറാണ്, ഒരു ഫേക്കാണ്. അതുകൊണ്ട് തന്നെ നീ എനക്ക് ഒരിക്കലും എൻ്റെ ദേഹത്ത് മുറിവുണ്ടാക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ അയാളുടെ നേരെ ആ ശംഖ് വീശുന്നു. നോക്കുന്ന സമയത്ത് അയാളുടെ താടിയിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കുന്നു ഇച്ചിഗോ. നിന്നെ കളിയാക്കുന്നത് പോലെ നിന്നെ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്തതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന് നമ്മുടെ ഇച്ചിഗോ പറയുന്നു. കേട്ട് ദേഷ്യം വന്ന് നമ്മുടെ റെഞ്ചിനോട് ക്യാപ്റ്റൻ ആണെങ്കിൽ ശ്രദ്ധിച്ച് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. സ്റ്റീൽ ഫോഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഇച്ചിഗോ കുറോസാക്കി ഒരു മെനോസിനെ അറ്റാക്ക് ചെയ്ത് തിരിച്ച് അതിന്റെ വേൾഡിലേക്ക് വിറ്റതായിട്ടുള്ള ഒരു റിപ്പോർട്ട് കേട്ടിട്ട് നമ്മുടെ റെഞ്ചി കടന്ന് ചിരിച്ചിട്ട് പറയുകയാണ് സ്വന്തം സ്പിരിച്വൽ എനർജി പോലും മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇവൻ നമ്മുടെ ഇച്ചിഗോനെ കളിയാക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോനോട് ഇച്ചിഗോന്റെ സംഘബത്തുവിന്റെ പേര് ചോദിക്കും. നമ്മുടെ ഇച്ചിഗോയ്ക്ക് അയാൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നത് കേട്ടിട്ട് റെഞ്ചി സ്വന്തം സംഘബത്തുവിന്റെ പേര് പോലും അറിയാത്ത നിന്നെ ഒരു എതിരാളിയായിട്ട് കാണാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അതേ സമയത്ത് തന്നെ റെഞ്ചി ആണെങ്കിൽ അവന്റെ സംഘബത്തുമായിട്ടുള്ള സബിമാറുവിനെ പുറത്തെടുക്കുന്നു. അവന്റെ അത്രയും വലിയ സംഘബത്ത് കണ്ടിട്ട് നമ്മുടെ ഇച്ചിഗോ ഒന്ന് ഞെട്ടുകയാണ്. അവിടെ വെച്ച് ബ്ലീച്ച് പറഞ്ഞ ജാപ്പനീസ് ആനിമേ TV സീരീസിന്റെ സീസൺ 1 16ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഗൈസ് അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നവരേക്ക് ടാറ്റ ബൈ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്ക്. സോ ബൈ ബൺ കൈ.